നിങ്ങളുടെ ഫോളോവേഴ്സ് നിങ്ങളെ കുറിച്ച് പറയാൻ പോകുന്ന ഒരു കാര്യം 1 വേർഡിൽ എന്തായിരിക്കും? നിർത്താൻ സമയമായില്ലടാ. അതായിരിക്കും. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. ഗേ ആയിട്ട് കാണാറുണ്ട്. ആഹാരം കഴിച്ചില്ലെങ്കിലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. അത് കൂടുതൽ ലേഡി ഗെറ്റപ്പ് ചെയ്യുമ്പോ ഇവരുടെ ടീച്ചർ ഞാൻ ഗേ ആണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? കോളേജിൽ ഒരു നിയമം കൊണ്ടുവരാൻ ഒരു ചാൻസ് കിട്ടുന്നത്, അതായത് പിള്ളേരെ ഫേവർ ചെയ്യുന്ന ഫ്രീഡം കൊടുക്കാൻ പറ്റുന്ന ഒരു നിയമം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടുവരും? സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റാ. അത് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോ തീരല്ല. അതുണ്ടെങ്കിൽ നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. ഇതേപോലെ ഒരു വീഡിയോയില് നമ്മുടെ നാട്ടില് സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല, എന്തായാലും സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്നിട്ട് കമന്റ് ഇട്ടു. അപ്പൊ അതിനൊരാൾ റിപ്ലൈ ചെയ്തിക്കാന്ന്, അല്ലേലേ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ തുണി എടുക്കുന്നില്ല, ഇനി സെക്സ് എഡ്യൂക്കേഷൻ കൂടി വന്ന എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ആവാം, പക്ഷേ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. നിങ്ങളുടേത് മാത്രം. അത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയാം. പിന്നെ കോമഡി ആയിട്ട് തന്നെ അതിന്റെ താഴെ തന്നെ ആൾക്കാർ കമന്റ് ചെയ്യും. എല്ലാരും കേട്ടിട്ടുണ്ടാവും പ്രാക്ടിക്കൽ ഉണ്ടോ. സത്യം. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് അത്ര ആൾക്കാർ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിന്റെ അർത്ഥം അവർക്ക് പോലും തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ ഹൊറർ എലമെന്റും കൂടി ഉണ്ടല്ലോ. റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഇതുപോലുള്ള കുറേ കഥകൾ പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? കുറേ കഥകൾ പറഞ്ഞു. ഞാൻ പറയാത്തൊരു കഥ ഇവിടെ ഇതെന്നാ പറയുന്നത്? കുട്ടി ഒറ്റയ്ക്ക് ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയിരിക്കും അത്ര. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കും മോളിന്ന്. അപ്പൊ ഇവളുടെ ഉമ്മ ചോദിച്ചു, നീ ആരോടാ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കണേന്ന് പറഞ്ഞപ്പോ എനിക്ക് നിലവിളിച്ച് മരിക്കാതിരിക്കുക. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയും കുട്ടി എപ്പോഴും. ഇതേതാ സിനിമ? വാ തുറന്ന മുടക്ക് വർത്താനേ പറയൂ ശനിയൻ. നീ ആ കൊറിയൻ സിനിമ കണ്ടിട്ടുണ്ടല്ലോ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ.